മാക്നിൽ ഹാഡ്ലി നൊറോണ. അപ്പം ചെന്നൈയുടെ പുതിയ റീപ്ലേസ്മെന്റ് പ്ലെയറിന്റെ പേരാണിത്. അപ്പം ആരാണ് ഈ പ്ലെയർ നമുക്ക് നോക്കാം. ഈ പ്ലെയർ എന്ന് പറയുന്നത് പുള്ളി ബേസിക്കലി ഡൊമസ്റ്റിക്കിൽ കർണാടകയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പം ബേസിക്കലി ചെന്നൈ ഈ പുള്ളിയെ റോപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്ലെയർ മെയിൻലി ഒരു എന്താ പറയുന്ന ഒരു എക്സ്പ്ലോസീവ് ലോവർ ഓർഡർ ഫിനിഷർ പറയുന്ന ഒരു ഓൾറൗണ്ടറാണ്. അതായത് നമ്മുടെ കർണാടകയുടെ ഒരു ഡൊമസ്റ്റിക് ടൂർണമെന്റ് ഉണ്ട്, മഹാരാജ T20 ടൂർണമെന്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ പുള്ളി കളിക്കുന്ന ടീമിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 147 സ്ട്രൈക്ക് റേറ്റിൽ ഓൾമോസ്റ്റ് 250ക്ക് മേളിൽ റൺസും 10 വിക്കറ്റും പുള്ളി ആ ടൈമിൽ സ്കോർ ചെയ്തിരുന്നു. അപ്പം പുള്ളിയുടെ ഈ ഒരു പെർഫോമൻസ് കാരണം പുള്ളിക്ക് കർണാടകയുടെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിലേക്കുള്ള സെലക്ഷനും കിട്ടിയിരുന്നു. അപ്പോൾ പുള്ളിക്ക് കളിക്കാൻ ആ സമയത്ത് കർണാടകയ്ക്ക് വേണ്ടി കളിക്കാനായിട്ട് 3 കളിയാണ് ചാൻസ് കിട്ടിയത്. 3 കളിയിൽ നിന്നും കൂടെ ആയിട്ട് പുള്ളി ഏകദേശം 54 റണ്ണും 1 വിക്കറ്റും നേടി. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പരിക്ക് പറ്റിയ രാമകൃഷ്ണ ഘോഷിന് പകരമാണ് ഈ പ്ലെയർ ഇപ്പം ചെന്നൈ റോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം രാമകൃഷ്ണ ഘോഷ് ആയിരുന്നെങ്കിലും ഈ IPL ഒരു കളിയാണ് കളിച്ചത്. പുള്ളി ആ കളിയിൽ തന്നെ നമ്മുടെ സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് നേടി നല്ല ഫീൽഡിംഗും ഒക്കെ കാഴ്ചവെച്ചിട്ട് ആണ് ആ കളിയിൽ പുള്ളി നല്ല മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കും പരിക്ക് പറ്റി. ഇപ്പൊ ചെന്നൈയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് അവരുടെ കുറേ പ്ലേയേഴ്സ് പരിക്ക് പറ്റി പുറത്തു പോകുന്നു. അതായത് ഖലീൽ അഹമ്മദ്, ആയുഷ് മാത്രേ, ധോണി ആണെങ്കിൽ സീസണിന്റെ തുടക്കം മുതൽ പരിക്കിന്റെ കാരണം പറഞ്ഞ് കളിച്ചിട്ടില്ല. അപ്പം അങ്ങനെ കുറേ പ്ലേയേഴ്സിനെ നഷ്ടപ്പെട്ടിരിക്കുന്ന CSKക്ക് ഈ പ്ലെയറിന്റെ ഒരു വരവ് നല്ലൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും നൽകുന്നത്. കാരണം ഈ പുള്ളി പ്ലേയിങ് ഇലവനിലേക്ക് ഡയറക്റ്റായിട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൂബെ ഒരു ഫോർത്തോ അല്ലെങ്കിൽ ആ ഫോർത്തിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്പിന്നിന്റെ ഒരു അറ്റാക്ക് കൂടുതൽ ടാക്കിൾ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ദൂബെ സ്പിന്ന് കളിക്കാൻ വളരെ മികച്ചൊരു പ്ലെയറാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ഈയിടെയായിട്ട് ചെന്നൈ ബാക്ക് ചെയ്യുന്ന നമ്മുടെ കാർത്തിക് ശർമ്മ എന്ന് പറഞ്ഞ പ്ലെയർ, പുള്ളിക്ക് ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇന്നിങ്സ് ഇതുവരെ കളിക്കാൻ പറ്റിയിട്ടില്ല. കളിച്ച ഒരു കളിയിൽ 50 നേടിയിട്ടുണ്ടെങ്കിലും വിക്കറ്റ് പോകാൻ ഒരൊറ്റ നിൽക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ഡിഫൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആങ്കറിംഗ് ആയിട്ടുള്ള റോളാണ് കാർത്തിക് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ടീമിലേക്ക് ഇതുപോലെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഫിനിഷർ നല്ലൊരു മുതൽക്കൂട്ടായിട്ടായിരിക്കും വരിക. അപ്പം നേരിട്ട് പുള്ളിയെ CSKയുടെ പ്ലേയിങ് ഇലവനിലേക്ക് ഇറക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ പുള്ളിയെ CSKയുടെ പ്ലേയിങ് ഇലവനിൽ ഇറക്കുവാണെങ്കിൽ അക്കോർഡിംഗ് ടു മീ ഇത് നല്ലൊരു ബാലൻസ് ആണ് ഈ ഒരു ടീമിനെ നൽകുന്നത്. മെയിൻലി ഇപ്പോഴത്തെ ഒരു CSKയുടെ ഒരു കണക്കുകൾ പ്രകാരം ഒരു 40 to 50% ചാൻസ് ആണ് പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ളത്. അപ്പം ഇനിയുള്ള എല്ലാ കളികളും ജയിച്ചേ തീരൂ. അപ്പോൾ അങ്ങനെ വരുന്ന നിർണായക സമയത്ത് ഈ ബാക്ക് ടു ബാക്ക് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിന്റെ ഫോർമേഷൻ CSK മാനേജ്മെന്റ് പൊളിക്കാൻ നോക്കുക എന്നുള്ളതും നമുക്ക് കണ്ടറിയണം. കാരണം ഫ്ലെമിങ്ങിനെ പോലെ ഉള്ള ഒരു കോച്ച്, അതായത് എന്താ പറയുന്ന ഒരു പഴയ ബുക്സ് വെച്ച് ഫോളോ ചെയ്യുന്ന ഒരു കോച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് ഫ്ലെമിങ്ങിനെ പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു കോച്ച് ഒരിക്കലും ഒരു വിന്നിംഗ് ഫോർമേഷനെ പൊളിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ വിരളമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ പുള്ളിയുടെ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന പുതിയ റീപ്ലേസ്മെന്റ് പ്ലെയർ പുള്ളിയുടെ പെർഫോമൻസ് വെച്ചിട്ട് പുള്ളി ഡയറക്റ്റ്ലി പ്ലേയിങ്ങിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പുള്ളിക്ക് ചാൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. CSK പ്ലേ ഓഫ് കളിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം മറ്റൊന്നുമല്ല, സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ കിട്ടും, കൂടുതൽ എക്സ്പോഷർ കിട്ടും. എന്തായാലും T20 ടീമിലെ ക്യാപ്റ്റൻ, ഇന്ത്യൻ T20 ടീമിലെ ക്യാപ്റ്റൻ ആകാനുള്ള പരിഗണനയൊക്കെ ആയി വരുന്നു എന്ന് കൂടുതൽ ന്യൂസൊക്കെ കേൾക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് സഞ്ജുവിന് കൂടുതൽ മാച്ചുകൾ കിട്ടട്ടെ, കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള രീതിയിൽ CSK IPL കളിക്കണം, പ്ലേ ഓഫ് കളിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്